സാൾട്ട് ആൻഡ് കാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2025 മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ എൻട്രി സിയുടെ വെബ്സൈറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. BAMS, BSMS അതായത് സിദ്ധ മെഡിസിൻ, BHMS, BUMS, ബാച്ചിലർ ഓഫ് സയൻസ് അഗ്രികൾച്ചർ, BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ് സയൻസ്, BTech ബയോടെക്നോളജി, BVSc, BFSc തുടങ്ങി കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ ഓപ്ഷൻ എൻട്രി ക്ഷണിച്ചിരിക്കുന്നത്. സിയുടെ വെബ്സൈറ്റിൽ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്തുകൊണ്ടാണ് ഓപ്ഷൻ എൻട്രി നടത്തേണ്ടത്. ആയുർവേദ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ആ BAMSലേക്കും, അതേപോലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് മറ്റു കോഴ്സുകളിലേക്കും ഈ അലോട്ട്മെൻറ്റ് വഴി ഓപ്ഷൻ എൻട്രി നടത്താവുന്നതാണ്. 5/9/2025 മുതൽ 10/9/2025 വൈകിട്ട് 4 മണി വരെയാണ് ഓപ്ഷൻ എൻട്രിക്കുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. 10/9/2025 വൈകിട്ട് 4 മണി വരെ. 11-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രൊവിഷണൽ ലിസ്റ്റും താൽക്കാലിക ലിസ്റ്റും 11-ാം തീയതി 12-ാം തീയതി അതിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. 13-ാം തീയതി മുതൽ 17-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയം. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യണം. സാധാരണഗതിയിലുള്ള റിസർവേഷൻ എല്ലാം ഇതിൽ ലഭ്യമാണ്. ഏതൊക്കെ റിസർവേഷനും അതേപോലെ എത്രയാണ് ഇതിൻ്റെ ഫീസ് എന്നുള്ളതൊക്കെ ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷന് 5000 രൂപ ഓപ്ഷൻ എൻട്രി ഫീസായിട്ട് അടയ്ക്കണം. രജിസ്ട്രേഷൻ ഫീസ് അടച്ചാൽ മാത്രമേ 5000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് ഓപ്ഷൻ എൻട്രി വിൻഡോ കാണാൻ സാധിക്കുകയുള്ളൂ. അത് ഈ ഒരു 5000 രൂപ എന്ന് പറയുന്നത് ട്യൂഷൻ ഫീസിലേക്ക് വരവെക്കുന്നതാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസിലേക്ക് ഈ 5000 രൂപ മാറ്റും. അതായത് ബാക്കി ഫീസ് അടച്ചാൽ മതി. അതേസമയം SC ST OEC കാറ്റഗറിയിൽപ്പെട്ടവർ, അതേപോലെ ജുവനൽ ഹോമിലും നിർഭയ ഹോമിലും ശ്രീചിത്ര ഹോമിലൊക്കെ ഉള്ളവർ 500 രൂപ അടച്ചാൽ മതി. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് 5000 രൂപ അടയ്ക്കേണ്ടവരുണ്ട്, 500 രൂപ അടയ്ക്കേണ്ടവരുണ്ട്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന കാറ്റഗറി അനുസരിച്ച് ഈ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റ് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ഫീസ് കാണിക്കും. എത്രയാണോ അവിടെ കാണിക്കുന്ന ഫീസ് അതാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത്. രജിസ്ട്രേഷൻ ഫീസ് ആര് തന്നെയായാലും, ഈ ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിലും അതേപോലെ SC ST അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റ് കാറ്റഗറിപ്പെട്ട കാൻഡിഡേറ്റ് ആണെങ്കിലും അവർക്ക് ഓപ്ഷൻ എൻട്രി നടത്താനുള്ള ഈ ഫീസ് അവർ ഇത് ചെയ്തിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ, ഒരലോട്ട്മെൻറ്റും കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഫീസ് തിരിച്ചു നൽകുന്നതാണ്. പക്ഷേ ഈ പ്രോസസ്സ് മുഴുവൻ, അലോട്ട്മെൻറ്റ് പ്രോസസ്സ് മുഴുവൻ കഴിഞ്ഞ ശേഷമേ റീഫണ്ട് ചെയ്യുകയുള്ളൂ. MBBS BDS കോഴ്സുകളിലേക്ക് നേരത്തെ ഓപ്ഷൻ കൊടുത്തവരാണെങ്കിൽ അവർ വീണ്ടും രജിസ്ട്രേഷൻ ഫീസ്, ഓപ്ഷൻ എൻട്രി ഫീസ് അടയ്ക്കേണ്ടതില്ല. കാരണം നേരത്തെ അവർ ഓപ്ഷൻ എൻട്രി ഫീസ് അടച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വീണ്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ട് ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ, MBBS BDS കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിൽ കിട്ടി ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് ആ ഫീസ് അവിടെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഫീസ് അടച്ചേ ഇതിൽ ഓപ്ഷൻ എൻട്രി നടത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജ് മാത്രം ഓപ്ഷൻ നൽകുക. പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ അതിൻ്റെ ഗവൺമെൻറ് കോളേജുകളാണെങ്കിലും എത്രയാണ് അവിടെ ട്യൂഷൻ ഫീസ് വരുന്നതെന്നുള്ള ഓപ്ഷൻ എൻട്രിയുടെ തൊട്ട് താഴെ കാണിക്കുന്നുണ്ടാവും. ആ ഫീസ് ഒരു വർഷത്തേക്കുള്ള ഫീസാണ്. അത് നൽകാൻ സാധിക്കും എന്നുള്ളവർ മാത്രം, അത്രയും ഫീസ് ഓരോ വർഷവും നൽകാൻ സാധിക്കുന്നുള്ളവർ മാത്രം അതാത് കോളേജുകളിലേക്ക് ഓപ്ഷൻ നൽകാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഈ ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾ കാണുന്ന കോളേജുകളിൽ എത്ര എണ്ണത്തിലേക്കാണോ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അത്ര മാത്രമേ നിങ്ങൾക്ക്
രണ്ടാം ഘട്ടത്തിൽ കാണാൻ സാധിക്കുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങളൊരു 50 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇതിൽ ടോട്ടൽ ഒരു 100 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളതിൽ 50 എണ്ണേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇനി ബാക്കിയുള്ള 50 കൂടി കൊടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എത്രയാണോ അതേ രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുമാത്രമല്ല, കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിങ്ങൾക്ക് 50 എണ്ണം കൊടുത്തതിൽ 25ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്കുള്ള ഓപ്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലായി ഡിലീറ്റ് ആവും. അതിൻ്റെ മുകളിലേക്കുള്ള ഓപ്ഷൻസ് പിന്നെ നിങ്ങൾക്ക് രണ്ടാം റൗണ്ടിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകുന്ന ഒന്നാമത്തെ പ്രയോറിറ്റി നൽകുന്നത് ഓപ്ഷൻ 1 കൊടുക്കുക, അടുത്തത് 2, അങ്ങനെ താഴേക്ക് വരുന്തോറും നമ്മുടെ പ്രയോറിറ്റി ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ അഡ്മിഷൻ കിട്ടിയാൽ പോകില്ല എന്നുള്ള ഒരു കോളേജാണെങ്കിൽ അത് കൊടുക്കാണ്ടിരിക്കുക. ഇതുവരെയുള്ള ഓപ്ഷൻ എൻട്രിയിലൊക്കെ പലരും പറഞ്ഞാണ്, ഞാൻ അവസാനം വെറുതെ ഒരു കോളേജ് കൊടുത്തു നോക്കിയതാണ്, അതിൽ തന്നെ കിട്ടുകയും ചെയ്തു, അതെനിക്ക് പോകാൻ താല്പര്യമില്ല, ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നില്ല, എന്താണ് ഇനി ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിലേക്ക് നിങ്ങൾ ഒരിക്കലും കൊടുക്കാണ്ടിരിക്കുക. ആവശ്യമില്ലാത്ത കോളേജാണെങ്കിൽ, എങ്ങനെയായാലും പോകില്ല എന്നാണെങ്കിൽ, ഇത് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് ഇതിലില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ പോയി ജോയിൻ ചെയ്യൽ നിർബന്ധമാണ്. ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ അടയ്ക്കേണ്ട മുഴുവൻ ഫീസും അടയ്ക്കേണ്ടി വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ അവിടെ അടയ്ക്കേണ്ട ഫീസിൽ മുഴുവൻ ഫീസും അടയ്ക്കേണ്ടി വരും. ഓപ്ഷൻ എൻട്രിക്ക് നിങ്ങൾ അടച്ചിരിക്കുന്ന ആ ഫീസ് ഒഴികെ ബാക്കിയെല്ലാം, അതായത് 2 ലക്ഷം രൂപയാണ് ഒരു കോളേജിലെ ഫീസ് പറയുന്നതെങ്കിൽ അതിൽ 5000 രൂപ സിക്ക് അടച്ചു കഴിഞ്ഞാൽ, ഓപ്ഷൻ എൻട്രി ഫീസായിട്ട് സിക്ക് അടച്ചു കഴിഞ്ഞാൽ ബാക്കി എത്രയാണോ അവിടെ അടക്കാനുള്ളത് അത് ഒറ്റ തവണയായിട്ടോ അല്ലെങ്കിൽ കോളേജ് അനുവദിക്കുകയാണെങ്കിൽ 2 തവണയായിട്ടോ അടയ്ക്കേണ്ടി വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്രയും എമൗണ്ട് അടക്കാൻ സാധിക്കുന്നവർ അതിനനുസരിച്ച് ഓപ്ഷൻ നൽകാൻ ശ്രദ്ധിക്കാം. ഇനി ഓപ്ഷൻ എൻട്രി നടത്തി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്തില്ല എങ്കിൽ ഈ 5000 രൂപ പെനാൽറ്റി ആയിട്ട് കണക്കാക്കും. ഇനി ഓപ്ഷൻ എൻട്രി നടത്തി ജോയിൻ ചെയ്തു, പക്ഷേ നിങ്ങൾ അവിടുന്ന് TC മേടിച്ച് പോയാലും ഈ 5000 രൂപ റീഫണ്ട് ചെയ്യില്ല, അത് പെനാൽറ്റി ആയിട്ട് കണക്കാക്കും. മറ്റ് പെനാൽറ്റികളെ പറ്റി ഇതിൻ്റെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. എപ്പോൾ വിട്ടുപോയാലാണ്, എത്രയാണ് ഇതിൻ്റെ ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്നുള്ളതൊക്കെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷനിൽ കോളേജുകളുടെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണ്ട കോളേജുകൾ മാത്രം നൽകാൻ ശ്രദ്ധിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി, ചിലരുടെ റിസൾട്ട് റാങ്ക് ലിസ്റ്റിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അവർക്കും ഇപ്പോൾ ഓപ്ഷൻ കൊടുക്കാമെന്നാണ്. പക്ഷേ അവർ ഓപ്ഷൻ കൊടുക്കുമ്പോൾ 10/9/2025 12 മണിക്കകം, ഉച്ചയ്ക്ക് 12 മണിക്കകം അവരുടെ റാങ്ക് തടയാനുള്ള കാരണം എന്താണോ ആ ന്യൂനത എന്തായിരുന്നോ അത് പരിഹരിച്ച് റാങ്ക് റിലീസ് ചെയ്യിപ്പിക്കണം. റാങ്ക് റിലീസ് ചെയ്താൽ മാത്രം 10/9/2025 ഉച്ചയ്ക്ക് 12 മണിക്കകം റാങ്ക് റിലീസ് ചെയ്താൽ മാത്രമേ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ അങ്ങനെയുള്ളവരെ പങ്കെടുപ്പിക്കുകയുള്ളൂ അല്ലെങ്കിൽ പരിഗണിക്കുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കാം. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക. വീഡിയോ വാച്ച് ചെയ്യുന്ന നന്ദി, നമസ്കാരം.